നമ്മുടെ റസൂൽ പൂക്കുറ്റി ഫിറോസ് ഖാൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയി എന്നൊരു ന്യൂസ് ഇങ്ങനെ ഏറിക്കിടന്ന് പരക്കുന്നുണ്ട്. ഇത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയില്ല. അഥവാ സത്യമാണെങ്കിൽ എൻ്റെ പൊന്നു പൂക്കുറ്റി, നീ ചെയ്തത് വളരെ വൃത്തികെട്ടൊരു കാര്യമാണ്. ആ ഫിറോസ് തന്നെ രണ്ടാമത് കല്യാണം കഴിച്ചതാണ്. അത് മാത്രമല്ല അവർക്ക് പിള്ളേരും കുട്ടികളൊക്കെ ഉള്ളതാണ്. എന്നിട്ടും താൻ എന്തിൻ്റെ പേരിലാണ് ആ പെണ്ണുപിള്ളയെ അടിച്ചുകൊണ്ട് പോയത്? തനിക്ക് വേറെ ഒരു പണിയില്ലേ? നാട്ടിൽ എന്തുമാത്രം വേറെ പെണ്ണുങ്ങളുള്ളതാണ്. അത് മാത്രമല്ല നാട്ടിലെ കല്യാണപ്രായമായ യുവാക്കളെല്ലാം പുര നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ പോലുള്ള തൈക്കളവന്മാർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? ഒന്ന് കെട്ടി രണ്ട് കെട്ടി വീണ്ടും അവിഹിതത്തിന് പോകുന്നു. തനിക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അത് മാത്രമല്ല കണ്ടവൻ്റെ ഭാര്യയൊക്കെ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ തൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? ആദ്യം സ്വന്തം ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കളയുക, എന്നിട്ട് കണ്ടവൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. എൻ്റെ പൊന്നു പൂക്കുറ്റി, തനിക്കൊക്കെ എന്തിൻ്റെ കേടാണോ? തനിക്ക് അത്യാവശ്യം നല്ല ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ്. തനിക്ക് ഈ ബോറടിച്ചിരിക്കുന്ന സമയത്ത് വല്ല പാട്ട് കമ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പൊക്കൂടെ? അല്ലാതെ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും കണ്ടവൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇത്രയും കഴിവുള്ള താൻ എന്തിനാണോ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടി ചെയ്യുന്നത്? എന്തായാലും പൂക്കുറ്റി, ഇപ്പം തൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ കരുവാട് പോലെയായി. തനിക്ക് മാത്രം തിന്നുമ്പോൾ നല്ല ടേസ്റ്റ്, നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം നല്ല നാറ്റവുമാണ്. എന്തായാലും തൻ്റെ ഉള്ള നല്ല പേരും കൂടെ ചീത്തപ്പേരായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്തെന്ന് വെച്ചാലും ആ ചീത്തപ്പേര് മാറാൻ പോണില്ല. രണ്ടാമത്തെ കാര്യം, താനിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് കണ്ടവൻ്റെ ഭാര്യയൊക്കെ വളയ്ക്കാൻ പോണ സമയത്ത് അത്യാവശ്യം നല്ലൊരാളെ വേണ്ടേ വളയ്ക്കാൻ? ഒന്നുമില്ലെങ്കിലും വളയ്ക്കാൻ പോണ പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് വേണ്ടേ വളയ്ക്കാനായിട്ട്? അവർ തന്നെ രണ്ടാമത് അങ്ങോട്ട് കല്യാണം കഴിച്ചതാണ്. എന്നിട്ടും താൻ അതിനെ തന്നെ പോയി ചാടിച്ച് വീണ്ടും മൂന്നാമത് കെട്ടാൻ ശ്രമിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പൂക്കുറ്റി, തൻ്റെ കയ്യിൽ അത്യാവശ്യം കാശുണ്ട്, ഫെയിമുണ്ട്, താൻ എല്ലാം കൊണ്ടും തികഞ്ഞൊരു വ്യക്തിയാണ്. തനിക്ക് ഡിവോഴ്സായി വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് കല്യാണം ആലോചിച്ചാൽ പോരെ? അല്ലാതെ കണ്ടവൻ്റെയൊക്കെ പിള്ളേരും കൊച്ചൊക്കെയുള്ള ഭാര്യയെ തന്നെ അടിച്ചുകൊണ്ട് പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അതുകൊണ്ടല്ലേ തന്നെ ഇപ്പോൾ നാട്ടിൽ യൂട്യൂബേഴ്സ് അടക്കം എല്ലാവരും എടുത്തിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ നല്ലൊരു പേരും കൂടെ ചീത്തപ്പേരായിട്ട് മാറി. എന്തായാലും ഈ ചീത്തപ്പേരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ അത്യാവശ്യം നല്ല വേർക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നാളും താൻ ഉണ്ടാക്കിയ തൻ്റെ നല്ലൊരു പേര് ഇതോടുകൂടി ചീത്തപ്പേരായിട്ട് മാറിയിട്ടുണ്ട്. തൻ്റെ ആദ്യത്തെ ഭാര്യ തന്നെ എന്തുകൊണ്ടാണ് കളഞ്ഞിട്ട് പോയതെന്ന് ഇപ്പം നാട്ടുകാർക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും പൂക്കുറ്റി, തൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നനഞ്ഞ പൂക്കുറ്റി പോലെയാണ്. പൊട്ടാനും പറ്റണില്ല, ചീറ്റാനും പറ്റാത്തൊരവസ്ഥയിലാണ് താനിപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും ഇനി തനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുക. അല്ലാതെ പുറത്തിറങ്ങി അധികം ഷോ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ എടുത്തിട്ട് പൊങ്കാലയിടും. എന്തായാലും നമ്മുടെ സജന മേഡം ഇതിനൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്നൊക്കെ നാട്ടുകാർക്ക് നല്ല രീതിയിൽ അറിയാം. എന്തായാലും പാവപ്പെട്ട ഫിറോസ് ഇത്രയും നാളും തൻ്റെ മക്കളെയൊക്കെ നോക്കി നന്നായിട്ടിരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഫിറോസും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. എന്തായാലും സജനയും ഫിറോസും ഈ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ഉണർത്താൻ വേണ്ടി ഉപയോഗിക്കും. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ട് അത് അവർ രണ്ടുപേരും നല്ല റീച്ചാക്കി കൊണ്ടുപോകും. താൻ മാത്രം വീട്ടിലിങ്ങനെ പൂക്കുറ്റി പോലെ ഇരിക്കും. എന്തായാലും തനിക്ക് അവരെ പോലെ ലോ ലെവലായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തനിക്ക് അത്യാവശ്യം ഒരു നല്ലൊരു വിലയൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും താൻ ഇതോടുകൂടി അത് നശിപ്പിച്ച് കളഞ്ഞ്, എന്നിരുന്നാൽ കൂടിയും തനിക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് താൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊന്നും പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. തനിക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഇടുക, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര നല്ലവനാണ്, അല്ലാതെ തനിക്കിനി വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നാട്ടിലുള്ള എല്ലാവരും തൻ്റെ ഈ അവിഹിത കഥ പുറത്തറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ തെളിയിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും നാട്ടുകാരുടെ വായൊന്നും തനിക്കിനി അധികം നാളൊന്നും അടച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പം അവിഹിതം നടത്തുന്നവർക്കും ഇനി നടത്താൻ പ്ലാനുള്ളവർക്കും വേണ്ടിയിട്ടൊരു ഉപദേശം പറഞ്ഞുതരാം. ഈ അവിഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ പോലെയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ നാട്ടുകാർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നാറ്റമായിരിക്കും. ഇപ്പോഴത്തെ പൂക്കുറ്റിക്ക് വന്ന അവസ്ഥ ഇനി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. എന്തായാലും അവിഹിതത്തിനൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല പെണ്ണിനെ മാത്രം വളച്ചെടുക്കാൻ നോക്കുക. അല്ലാതെ കണ്ടവൻ്റെ ഭാര്യയൊക്കെ വളക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ മാറി ചീത്തപ്പേരിലേക്ക് വഴിതിരിയും. എന്തായാലും ഇപ്പോഴത്തെ പൂക്കുറ്റിയിരിക്കുന്ന അവസ്ഥ കണ്ടല്ലോ, അതുപോലെ ആവാതിരിക്കട്ടെ. എന്തായാലും സ്വന്തം ഭാര്യയൊക്കെ നോക്കി സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ നോക്കി നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ. അല്ലാതെ പൂക്കുറ്റിയെപ്പോലെ സ്വന്തം ഭാര്യ അടിച്ചു കളഞ്ഞ് കണ്ടവൻ്റെ ഭാര്യയെ പൊക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒന്നും നടത്താതിരിക്കുക.